അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ചിരിക്കരുതേ. ഷഹനാസിനെതിരെ ജാമ്യമില്ലാ വാറണ്ട്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. പണ്ടൊക്കെ ദൈവമേ പിന്നെ ശ്രീ VR സുധീഷിന്റെ പരാതിയിലാണ് ഈ ജാമ്യമില്ലാ വാറണ്ട് ഉണ്ടായത്. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. VR സുധീഷ് മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ ഒരുപാട് പേരെ കടന്നാക്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷഹനാസ്. അത് അന്നത്തെ ചോര തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്ത CIക്ക് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മെമ്മോ അയച്ചു. ഈ നാട്ടിൽ അങ്ങനെയാണ്, സ്ത്രീകളെ കാര്യം അപകീർത്തിപ്പെടുത്താം പോലീസുകാരെ വരെ അറസ്റ്റ് ചെയ്യില്ല. പോലീസുകാർക്ക് മെമ്മോ അയച്ചാലേ റിയാക്ട് ചെയ്യും. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ശ്രീ VR സുധീഷ് അടക്കമുള്ളവർക്ക് വലിയൊരു പ്രണാമം. കാര്യം എന്താ അറിയാമോ? എനിക്കറിയില്ല. ആണിനെ എങ്ങനെ ചവിട്ടി തേച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. പുരുഷനെ കരിവാരി തേച്ചാൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും ഷഹനാസിനെതിരെ അങ്ങനെ വക്കീൽ നോട്ടീസും മറ്റും അയച്ചിട്ടുണ്ട്. ആ നിയമത്തിന്റെ പ്രോസസ്സിലൂടെ കടന്നുപോയാൽ മാത്രമേ ഈ തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് പുരുഷനെ അധിക്ഷേപിച്ച് കയ്യടി നേടാം എന്നുള്ള മനോഭാവം മാറുകയുള്ളൂ. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടോ നാണം കെടാൻ? നാണം കെട്ടവനെ. അതുകൊണ്ട് ആ മനോഭാവം മാറാൻ വേണ്ടി ഇത്തരത്തിലുള്ള കേസുകൾ വളരെ ആവശ്യമാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ പോലീസിന്റെ കാര്യം തന്നെ നോക്കിയാൽ മതി. പോലീസ് നടപടി എടുക്കുന്നില്ല. എന്തുകൊണ്ടാ? ഷഹനാസ് മുമ്പിൽ കൂടെ നടക്കുകയാണ്, പക്ഷെ ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ആക്ഷൻ എടുക്കുന്നില്ല. അത് സ്ത്രീ ആയതുകൊണ്ടാണ്. ഈ സ്ത്രീകൾക്ക് ചില പരിഗണനയും മുൻഗണനയും കൊടുക്കണം, വേണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. നിൽപ്പാറ്റന് മനസ്സിലായില്ലേ? പക്ഷേ പുരുഷനെ അടച്ചാക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും വഴിയിലിട്ട് ചവിട്ടുകയും അല്ലെങ്കിൽ അവരുടെ അഭിമാനം ചവിട്ടി ഇറക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും നിയമ നടപടി അർഹിക്കുന്നുണ്ട്. വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ഷഹനാസ് മറുപടി പറയട്ടെ. മറുപടി പറയുമ്പോൾ ഷഹനാസിന്റെ മറുപടി എന്താണെന്ന് കൂടെ നമ്മൾ കൊടുക്കുകയും ചെയ്യും. വേണ്ട. അതെന്താ വേണ്ടാത്തേ? വേണ്ട അതന്നെ.